എന്താ മോനെ ഇവിടെ തിരക്കുന്നത്? ക്രിക്കറ്റ് ബാൾ ഇതിന്റെ ഇടയ്ക്ക് പോയി. ക്രിക്കറ്റ് ബാളാണ് പോയത്. ക്രിക്കറ്റ് ബാള് പോയി കഴിഞ്ഞാലേ നമ്മളെ ഏറ്റവും കൂടുതൽ കാലൊന്നും വെച്ച് അടിക്കരുത്. പിന്നെ കാല് വെച്ച് അടിക്കുകയും ചെയ്യരുത്, കൈ വെച്ച് പിടിക്കുകയും ചെയ്ത് ഈ പൂച്ചയ്ക്കകത്ത് നമ്മളെ കയറി പിടിക്കരുത്. ചിലപ്പോ അപ്രതീക്ഷിതമായ അതിനകത്ത് ഊരുന്ന അങ്ങനെ കണ്ടു കഴിഞ്ഞാലേ നമുക്കറിയത്തില്ല, ഈ കൈയിടുന്ന സമയത്തായിരിക്കും ഊരുന്ന കയറി നമ്മളെ കൈ കടിക്കുന്നത്. അപ്പൊ നമുക്കിത് അറിയത്തില്ല. കാരണം നമ്മൾ വിചാരിക്കും ചെറിയ ഏതെങ്കിലും പുഴുവോ കാര്യങ്ങളോ ആയിരിക്കും ചിലപ്പോൾ കടിച്ചെന്നും പറഞ്ഞ് നമ്മളങ്ങ് അതും വെച്ചുകൊണ്ട് അങ്ങ് പോകും. കാരണം ആ നമ്മൾ വീട്ടിൽ പോലും ശ്രദ്ധിക്കത്തില്ല. വീട്ടിൽ പോയി നമ്മളിങ്ങനെ പിറ്റേന്നൊക്കെ ആയിരിക്കും എത്രയോ കുട്ടികൾ മരിച്ചിട്ടുണ്ടെന്നറിയോ. അങ്ങനെയൊക്കെ ചില കുട്ടികൾ ഇങ്ങനെ ബോളൊക്കെ എടുക്കാൻ പോയി അങ്ങനെ ചെറിയ ഏതെങ്കിലും പുഴുവൊക്കെ ആണെന്നും പറഞ്ഞുകൊണ്ട് അവര് നിസ്സാരമായിട്ട് കാണും. എന്നിട്ട് വീട്ടിൽ പോയി കിടന്നാൽ അത് പുഴുവാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എത്രയോ കുട്ടികൾ അങ്ങനെ മരിച്ചിട്ടുണ്ടെന്നറിയോ. നമ്മൾ കളിസ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കാട് പ്രദേശങ്ങളിൽ കളിസ്ഥലങ്ങൾ തിരഞ്ഞെടുക്കരുത്. നമ്മൾ തിരഞ്ഞെടുക്കേണ്ടുള്ള കാര്യം എന്ന് പറയാൻ നല്ല വൃത്തിയുള്ള, അതായത് ഈ കാട് പ്രദേശമല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ കളിക്കുക. നമുക്ക് അങ്ങനത്തെ ഗെയിമുകളിൽ ഏർപ്പെടുമ്പോൾ അങ്ങനെ ചെയ്യണം. അല്ലാതെ ഇങ്ങനത്തെ പ്രദേശങ്ങളിൽ വന്ന് നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബോളടിച്ച് ചിലപ്പോൾ കാടിൽ ഇങ്ങനത്തെ പ്രദേശങ്ങളിൽ വീഴുമ്പോൾ നമ്മൾ ഓടി വന്ന് ബോൾ എടുക്കാൻ നമ്മൾ നോക്കുന്നത്. ക്രിക്കറ്റിന്റെ ലഹരിയിൽ നമ്മൾ ഓടി വന്ന് ബോൾ എടുക്കാനായിട്ട് ഇങ്ങനെ വരും. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. നമ്മൾ അത്ര ആ ബോളിന്റെ ലക്ഷ്യമാണ് നമ്മൾ നോക്കുന്നത്. പെട്ടെന്ന് നമ്മൾ കാലെടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ കൈ വെച്ച് പിടിക്കുകയോ ചെയ്യും. അപ്പം ഏതെങ്കിലും കിടക്കും, അമ്മി കിടക്കും, താൻ നമ്മളെ കടിച്ചു. നമ്മുടെ ജീവനല്ലേ പോണത്. ഏറ്റവും കൂടുതൽ നമുക്ക് ജീവനല്ലേ വിലപ്പെട്ടത്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനത്തെ പ്രദേശങ്ങളിൽ വന്ന് നമ്മൾ ക്രിക്കറ്റ് കളിക്കുകയും ചെയ്യരുത്. നമ്മൾ ബോൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അങ്ങനെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കമ്പെടുക്കുക. കമ്പെടുത്ത് പതുക്കനെ അടിക്കുക. അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ ഏതെങ്കിലും ഊരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ അനക്കം നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പൊ നമുക്ക് അങ്ങോട്ട് ആ ബാൾ എടുക്കാനായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകരുത്. അതിനെ നമ്മൾ പരമാവധി ആ ബാൾ ഉപേക്ഷിക്കുക. പിന്നെ നമ്മൾ ആ പെട്ടെന്ന് എന്തായെന്നറിയുക, പിന്നെ നമ്മൾ ആ കമ്പ് വെച്ചടിക്കുമ്പോഴത്തേക്ക് പിന്നെയും മുന്നോട്ട് തന്നെ പിന്നെയും പോകും. അപ്പൊ നമുക്ക് അതെന്തായാലും തിരിച്ച് ചീറ്റും. ചിലപ്പോൾ നമ്മുടെ ജീവൻ പോയില്ലേ. അപ്പൊ ഈ അറിവ് ബാക്കിയുള്ള കുട്ടികൾക്കും കൂടെ ഈ അറിവ് പറഞ്ഞു കൊടുക്കണം. കളിക്കുന്നോ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ വന്ന് കളിക്കരുത്. നല്ല വൃത്തിയുള്ള, അതായത് നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ പോയി നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുകയോ ഫുട്ബോൾ കളിക്കുകയോ ചെയ്യുക കേട്ടോ. ശരി എന്നാ.